ഹായ് വ്യൂവേഴ്സ്, മൈ ബുള്ളി ഹോമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാത്രി 1 മണിയായപ്പോൾ തന്നെ നോവയ്ക്ക് പ്രഗ്നൻസി പെയിൻ സ്റ്റാർട്ടായി. ഞങ്ങൾ ആദ്യം കരുതിയത് നോർമൽ ഡെലിവറി ആയിരിക്കുമെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് തെറ്റി. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലെല്ലാം കോൺടാക്ട് ചെയ്തപ്പോൾ ഒന്നും ഓപ്പൺ അല്ല. ആ ടൈമിൽ ഞങ്ങൾ പേഴ്സണൽ വെറ്റിനറി ഡോക്ടറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുടപ്പനക്കുന്ന് ഹോസ്പിറ്റൽ 24 hours സർവീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 3 മണിക്ക് കറക്റ്റ് ഹോസ്പിറ്റലിലെത്തി. 24 hours സർവീസ് എന്ന പേരേ ഉള്ളൂ. അവിടെ പോയപ്പോൾ ഒരു ഡോക്ടറും അവിടെ ജോലി ചെയ്യുന്ന 2 ആൾക്കാരും ഉണ്ടായിരുന്നു. നോവ നല്ല ടയേർഡായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയും കൂടെ ആയതുകൊണ്ട് അവൾ 1 hour വീട്ടിൽ നല്ല പുഷ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രഗ്നൻസിയുടെ ആ ഒരു പെയിന് കാരണം കാൽഷ്യം കുറവാണ്. അയാൾ നല്ല ടയേർഡായതുകൊണ്ട് ഒരു കാൽഷ്യത്തിനുള്ളൊരു ട്രിപ്പ് കൊടുത്തു. പിന്നെ പ്രഗ്നൻസിക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല പെയിൻ വരാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ഇഞ്ചക്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോർമൽ ഡെലിവറി ആകുമെന്ന് വിചാരിച്ചാണ് കൊടുത്തത്. ആ സമയത്ത് ഞങ്ങളവിടെ എത്തി. ആദ്യം വെയിറ്റ് ചെക്ക് ചെയ്തു. വെയിറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ട്രിപ്പ് ഇട്ടത്. ട്രിപ്പിട്ട് ഒരു 1/2 hour ഒക്കെ കഴിഞ്ഞു. ആൾ നല്ല ടയേർഡായതുകൊണ്ട് ആൾക്ക് തല പൊക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോയത്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പൊസിഷൻ ചെക്ക് ചെയ്തപ്പോൾ കുട്ടിയൊന്ന് വരുന്നുണ്ട്. പക്ഷേ പുറത്ത് അവിടെ വന്ന് നിൽക്കുകയാണ്. ആൾ പുഷ് ചെയ്താലേ വെളി വരത്തുള്ളൂ. ഒരു 1/2 hour നടത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണത്. ആൾ എന്നെ വിട്ട് മാറുന്നില്ലായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഞാൻ എവിടെ നിൽക്കുവാണോ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ പെയിനൊക്കെ കാരണമായിട്ട്, അല്ലെങ്കിൽ ആ പെയിനിൻ്റെ പേടി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കണ്ട ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പേടിയായിരിക്കും. ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനും റെസ്റ്റ് എടുത്തില്ല. അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡും കൂടെ നടക്കുമ്പോൾ അവൾ അനങ്ങുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ള് ഞാൻ തന്നെയാണ് ആളെ ടേക്ക് കെയർ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ ഒരു 4-5 വട്ടം ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളമൊന്നും കുടിക്കാൻ പറ്റിയില്ല. ആൾ നല്ല ഷിവറിങ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നിന്നപ്പോഴാണ് അവിടെ ഒരു അതിഥിയെ കണ്ടത്. ആൾ ഫ്രീക്കനാണ്. ആളുടെ ഹെയറൊക്കെ നല്ല രസമായിരുന്നു. പെട്ടെന്ന് തന്നെ പറന്നുപോയി. പിന്നെ 1/2 hour അങ്ങനെ നടന്ന് നോവ. പിന്നെ അവൾക്ക് ഒരു കാലിനൊരു ചെറിയൊരു ബെൻഡുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആൾ കുട്ടിയും കൂടെ അല്ലേ. നേരെ വീണ്ടും സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് കിടത്തി ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പൊസിഷൻ ചെക്ക് ചെയ്യാം ഒന്നുകൂടെ. ഡോക്ടർ പൊസിഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ കുട്ടി വരുന്നുണ്ട്. ഒരു കൈ മാത്രമാണ് വെളിയിലോട്ട് വരുന്നത്. ഒരു കൈ മടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾ പുഷ് ചെയ്താലേ വെളിയിൽ വരൂ. ഇതിനുള്ള കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, കുട്ടി അകത്ത് മരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടി തിരിച്ച് പോവില്ല. അതിന് ഒരു മൂവ്മെൻറ്റ് കാണില്ല. സോ അതുകൊണ്ട് ഇവളായിട്ട് പുഷ് ചെയ്യുന്നതാണെങ്കിൽ അത് വെളിയിൽ വരും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അത്ര പറഞ്ഞിട്ടേ പോയുള്ളൂ. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ ഫസ്റ്റ് ഫ്ലോറിൽ പോയതാണ്. പിന്നെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പറയുന്നത് നടത്തിക്ക് എന്ന് പറഞ്ഞ്. ഇതിനിടയിൽ അവൾ അതിനിടയിലും ഛർദ്ദിച്ചു. ഡീഹൈഡ്രേഷൻ, അതിൻ്റെ തളർച്ച. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ നടത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ 24 hours ഇതുണ്ടെന്ന് പറഞ്ഞാൽ ആരും പോകരുത്. അങ്ങനെ വിശ്വസിച്ച് പോവുകയാണെങ്കിൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്തെങ്കിലും അവൈലബിൾ ആയിരുന്നെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല. അതുമല്ല, ഞങ്ങൾക്കറിയില്ല ഇത് ഇത്രയ്ക്കും പ്രശ്നമാണെന്ന്. അവിടെ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഇതില്ല, ഒരു സ്കാനിങ്ങിന് ആൾക്കാരില്ല, ഒന്നുമില്ല. പിന്നെയാണ് ഡോക്ടർ പറയുന്നത്, ഞാനിവിടെ ഒരാളേ ഉള്ളൂ. ഇവിടെ സർജറി ഇതിപ്പം നോർമൽ ഡെലിവറി ആയില്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ല. 9 മണിയൊക്കെ ആകുമ്പോഴേ ഡോക്ടേഴ്സ് വരുള്ളൂ എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ വെയിറ്റ് ചെയ്തു.
ഡോക്ടേഴ്സ് ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഷൗട്ട് ചെയ്തപ്പോഴാണ് അവിടെ കുറച്ച് സൗണ്ട് എനിക്ക് ഇതേന്ന് വന്നു, അല്ലാണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഒരു ഡോക്ടർ വന്നു ഒന്ന് നോർമൽ ഡെലിവറിക്ക് വേണ്ടി അകത്തുള്ള കുട്ടിയെ വെളിയിലെടുക്കാം എന്ന് അവരുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കുട്ടിയെ കൈയിട്ട് വെളിയിൽ വലിക്കുമ്പോൾ നോവയ്ക്ക് നല്ല വേദന കാരണം നിലവിളിക്കുന്ന കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അവൾ അമ്മാന്ന് നിലവിളിച്ചത് ഹോസ്പിറ്റൽ മൊത്തം ആൾക്കാരും കേട്ടു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു വേണ്ട, സർജറി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ എഴുതി തന്നു. ഒരു സർജിക്കൽ ഗ്ലൗസ് പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സർജിക്കൽ ഗ്ലൗസ് വരെ ഞങ്ങളാണ് വാങ്ങിക്കൊടുത്തത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇടയിൽ വന്നൊരു കേസാണത്. സ്നേക്ക് ബൈറ്റാണ് അത്. ഇതൊക്കെ കണ്ടില്ലേ, ഞങ്ങൾ സർജിക്കൽ ഗ്ലൗസ് വരെ ഞങ്ങളുടെ ഓൺ എക്സ്പെൻസിലാണ് വാങ്ങിക്കൊടുത്തത്. അനസ്തീഷ്യ ഇല്ല, അതും ഞങ്ങളാണ് വാങ്ങിക്കൊടുത്തത്. ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് സിറിഞ്ച് പോലും ഇല്ല, അതും ഞങ്ങളാണ് വാങ്ങിക്കൊടുത്തത്. എല്ലാം ഞങ്ങളുടെ. പക്ഷെ പറയുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലാം ഇതാക്കി തരും. സർജറിക്ക് 700 രൂപ അവിടെ പേയും ചെയ്യണം. ഇത് ഞങ്ങൾ മൊത്തം ഇത് വാങ്ങിയതിൻ്റെ മെഡിസിൻസ് വാങ്ങിയതാണ്. അത് ഓപ്പോസിറ്റുള്ള ബെസ്റ്റ് ഫോർ പെറ്റ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. അത് അവർക്ക് എന്ത് തോന്നി, ഞങ്ങൾ അർജൻറ്റാണെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആ ചേച്ചി ഓടി വന്നായിരുന്നു. അങ്ങനെ സാധനങ്ങൾ വാങ്ങി. ഇത്രയും സാധനങ്ങൾ ഈ കാണിക്കുന്ന തുണ്ട് ഫുള്ള് സർജിക്കൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നേരെ കൊണ്ടുപോയി അവിടുത്തെ മെയിൻ ഡോക്ടറിൻ്റെ കയ്യിലാണ് ഞങ്ങളിത് കൊടുത്തത്. ആളുടെ പേരൊന്നും പറയുന്നില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞു. കുട്ടികൾ വെളിയിൽ കൊണ്ടുവന്നതാണ്. 8 കുട്ടികളുണ്ടായിരുന്നു. ആദ്യം വന്ന കുട്ടിക്ക് നല്ല വളർച്ചയുള്ളായിരുന്നതുകൊണ്ടും അയാളാണ് അവിടെ ജാമായി ചത്തിരുന്നത്. കുട്ടിയെ കാണിക്കുന്നില്ല. പിന്നെ 7 കുട്ടികളെ കിട്ടി. സന്തോഷമുണ്ട്. പക്ഷേ അവർ രാത്രി പോയപ്പോൾ ഒന്ന് വന്ന് തിരിഞ്ഞ് നോക്കാമായിരുന്നു, അതിൻ്റെ ഒരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലെത്തി. ആൾ നല്ല ടയേർഡാണ്. ആൾക്ക് സത്യം പറഞ്ഞാൽ ആളിപ്പോഴും അൺകോൺഷ്യസ് ആണ്. അനസ്തീഷ്യ കൊടുത്തിരിക്കുന്നത് കൊണ്ട് പാൽ കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് അടുത്തിരുന്ന് കുട്ടികൾക്കെല്ലാം പാൽ കൊടുത്തത്. ആൾ നല്ല ടയേർഡാണ്. കുട്ടികളെല്ലാം നല്ല ആക്റ്റീവാണ്. അതൊരു ഇതില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ആക്റ്റീവാണ്. ആളിപ്പോഴും മയക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. അവർ 7 കുട്ടികളുണ്ട്. നല്ല ആക്റ്റീവാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള